കണ്ണൂർ സീറ്റിൽ പുനരാലോചനയില്ലെന്ന നിലപാടിൽ ഉറച്ച് കോൺഗ്രസ് നേതൃത്വം. പട്ടികയിൽ ഇപ്പോഴുള്ളത് ടി.ഒ. മോഹനന്റെ പേര്. അതേസമയം കെ സുധാകരന്റെ നാട്ടിലേക്കുള്ള യാത്ര മാറ്റി. ഇന്ന് കേരളത്തിലേക്ക് മടങ്ങാനിരുന്ന സുധാകരൻ യാത്ര നാളത്തേക്കാണ് മാറ്റിയിരിക്കുന്നത്. വിനീത വിജിയുണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത, ഈ തുടക്കത്തിൽ വന്ന റിപ്പോർട്ടുകൾ പോലെ അല്ലല്ലോ ഇപ്പോഴത്തെ കാര്യങ്ങൾ. കെ സുധാകരൻ ഇളവ് എന്ന റിപ്പോർട്ട് വന്നു. ഇപ്പോഴും പക്ഷേ മാറ്റമില്ല എന്ന പുതിയ വാർത്ത വരുന്നു. എപ്പോൾ ഈ രണ്ടാം പട്ടിക പുറത്തു വരും വിനീത? ഉന്മേഷ്, തീർച്ചയായും ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭ്യമാകുന്ന ഒരു വിവരം അനുസരിച്ചും ഈ കണ്ണൂരിൽ പുനരാലോചന ഇല്ല എന്നുള്ളത് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സുധാകരന്റെ പേര് പരിഗണിക്കുന്നു എന്ന തരത്തിലേക്കുള്ള ചില വിവരങ്ങളൊക്കെ തന്നെയാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത്തരത്തിലേക്കുള്ള ഒരു പുനരാലോചന ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും അന്തിമമായി ലഭ്യമായിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ പട്ടിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. രണ്ടാം ഘട്ട പട്ടിക ഏതാണ്ട് ഒരു 7 മണിയോടുകൂടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ചർച്ചകളൊക്കെ തന്നെ ഏറെ നീണ്ടുപോയതാണ്. സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോഴും വലിയ കടുംപിടുത്തത്തിൽ തന്നെയാണ് ഉള്ളത്. പക്ഷേ ആ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ഹൈക്കമാൻഡിന്റെ നിലപാട്. അതിൽ ഖർഗെ ഇന്നലെ തന്നെ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത്, ഇങ്ങനെയൊരു സമ്മർദ്ദത്തിന് മുന്നിൽ വഴങ്ങിക്കൊണ്ട് അദ്ദേഹത്തിന് ഒരു സീറ്റ് നൽകുകയാണ് എങ്കിൽ അത് കേരളത്തിൽ മാത്രമല്ല, ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന അസം, ബംഗാൾ, തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിലെ നേതാക്കളുണ്ട്. അവരിലേക്കടക്കം ഒരു തെറ്റായ സന്ദേശമായിരിക്കും എത്തിക്കുക എന്നുള്ളതാണ് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ CEC എടുത്ത അന്തിമ തീരുമാനം പ്രകാരം തന്നെയായിരിക്കും പട്ടിക ഉണ്ടാവുക. അക്കാര്യത്തിൽ ഇനി മറ്റൊരു പുനരാലോചനയും ഇല്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. സുധാകരൻ ഇപ്പോഴും ഡൽഹിയിൽ തന്നെ തുടരുകയാണ്. അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനം ഒക്കെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നാലെ നേതാക്കൾ അദ്ദേഹവുമായി സംസാരിക്കുകയും ആ വാർത്താ സമ്മേളനം അദ്ദേഹം മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാണെങ്കിലും പട്ടിക വന്നതിന് ശേഷം ആകാം ഒരുപക്ഷെ ഡൽഹിയിൽ നിന്നുള്ള മടക്കയാത്ര എന്ന് തന്നെ ആയിരിക്കണം അദ്ദേഹം കരുതിയിട്ടുണ്ടാവുക. ഇന്ന് രാത്രി ഏതാണ്ട് 9:30 അദ്ദേഹം ആദ്യഘട്ടത്തിൽ നാട്ടിലേക്ക് തിരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ യാത്ര അദ്ദേഹം റദ്ദാക്കിയിരിക്കുന്നു. ഒരുപക്ഷെ നാളെ അദ്ദേഹം ഡൽഹിയിൽ നിന്ന് മടങ്ങുമെന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു തന്നെയാണ്. ഒരുപക്ഷെ ഈ കോൺഗ്രസിന്റെ പട്ടികയിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെയൊക്കെയുള്ള ഒരു സാധ്യതയൊന്നും ഇല്ല എങ്കിൽ ഒരു സ്വന്തമായി മത്സരിക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കടുത്ത നടപടിയിലേക്കൊക്കെ അദ്ദേഹം നീങ്ങിയേക്കും. അങ്ങനെയുള്ള നടപടികളിലേക്ക് നീങ്ങരുത് എന്നാണ് നേതാക്കൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അതേസമയം നിലവിൽ കണ്ണൂരിൽ ഒരു പുനരാലോചന ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പട്ടികയിൽ ഈ രണ്ടാം ഘട്ട പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ ആ പട്ടികയിൽ സുധാകരന്റെ പേര് ഉണ്ടായേക്കില്ല എന്ന വിവരം കൂടിയാണ് നമുക്ക് ഈ ഹൈക്കമാൻഡും ഒക്കെയായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങളിൽ നിന്ന് ഈ ഘട്ടത്തിൽ ലഭ്യമാവുന്നത്. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.